നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കെന്താണ് ഒരു മൂഡ് ഓഫ്? നീ എന്താ എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്യാത്തെ? കോളേജിലെ ഏറ്റവും സ്മാർട്ടായ പെൺകുട്ടി, ആ പേര് എക്സാം കഴിയുമ്പോഴും നിലനിർത്തിയ അന്ന് ഞാൻ നിന്നെ അഭിനന്ദിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വർഷേ, ഐ ലവ് യു. ലവ് യു ടു. എന്താ ഇത്, കോളേജാ? ആരെങ്കിലും നോക്കും? ഏയ്, അതൊന്നും സാരമില്ല. എന്താ വർഷേ? തന്നത് തിരിച്ചു തരാൻ വന്നതാ. എന്ത്? അളിയാ, ഈ തുണ്ട് ആരാടാ കണ്ടുപിടിച്ചേ? അത് എന്നോടാണോ ചോദിക്കുന്നത്? ഒന്ന് പോയെ. എടാ, നിന്റെ ചോദ്യം ഏതാടാ? എടാ, അതും എന്നോടാണോ ചോദിക്കുന്നത്? പാടിയടായിരുന്നു. ഒരു ബാക്കപ്പ് വെച്ചേക്കാം. ആഹാ, ഇത് കൊറേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ തരൂല. നീ എല്ലാം കുത്തിയിരുന്ന് പഠിച്ച് മണ്ടയിലടിച്ച് കേറ്റുവാണല്ലോ. അവൻ പഠിച്ചെല്ലാം തലച്ചോറിൽ എഴുതി വെക്കുന്നു. ഞങ്ങൾ തലപുകച്ച് മരിക്കാതെ എല്ലാം തുണ്ടുപേപ്പറിൽ എഴുതി വെക്കുന്നു. മോനെ, നമ്മളല്ല, നീ. ഞാൻ പാസ്സാകുമ്പോ നീയൊക്കെ പഠിച്ചോളൂ. എക്സാം എഴുതാൻ നിന്റെ ഭർത്താവ് സമ്മതിക്കുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. അയ്യോ, ഏട്ടൻ അത്തരക്കാരനൊന്നും അല്ല. ബിസിനസിന്റെ ടൈറ്റ് കാരണം ചിലപ്പോ കർക്കശ സ്വഭാവം കാണിക്കും. അത് കഴിഞ്ഞ വിശാലഹൃദയന ഏട്ടൻ, റൊമാൻറ്റിക് മാൻ. ധൈര്യമായിട്ടിരുന്ന് അടിച്ചു പൊളിച്ച് എക്സാം എഴുതിക്കോ എന്ന് ധൈര്യം തന്നിട്ടാ പുള്ളിക്കാരൻ പോയത്. ഇതൊരു ഭാഗ്യം തന്നെ. കോടീശ്വരനും വിശാല ഹൃദയനുമായ ഒരു ഭർത്താവ്. ഒരു ഉത്തമ ഭാര്യയ്ക്ക് ഇനി എന്തു വേണം? നീ നോക്കിയോ? നീയും നോക്കിക്കോ. കോടീശ്വരിയായ ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ച് അവളുടെ പണം കൊണ്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും. നീയൊക്കെ കണ്ടോ? നിനക്കെന്താണ് ഒരു മൂഡ് ഓഫ്? നീ എന്താ എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്യാത്തെ? കോളേജിലെ ഏറ്റവും സ്മാർട്ടായ പെൺകുട്ടി, ആ പേര് എക്സാം കഴിയുമ്പോഴും നിലനിർത്തിയ അന്ന് ഞാൻ നിന്നെ അഭിനന്ദിക്കാം. പാവോഷം. അവനെപ്പോഴും നിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നത്. വിക്രമിനെ പോലെ ശ്യാമം വളരെ നല്ലവനാ. നീ വന്നേ. അതെ, ശ്യാം ഇപ്പോഴും ഫ്രീയാ. അത്രയ്ക്ക് നല്ലവനാണെങ്കിൽ നീ അവന്റെ നേർക്കൊരു ലൈൻ വലിക്കടി. അപ്പൊ അതിനുള്ള കഴിവുണ്ട്. അല്ല, അയ്യോ, എന്റെ തുണ്ട്.
വകയുള്ളതുകൊണ്ടാ എനിക്ക് അവളുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തത്. പുതിയ കമ്പനിയുടെ MD ആകുമെന്ന പാവ അവളുടെ വിശ്വാസം. അതിന്റെ ട്രെയിനിങ് ആണ് ഈ ഡെലിവറി എന്ന് അവൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അവളെ കൊണ്ട് ഈ കച്ചവടം നടത്തിക്കുന്നത് നീതിയാണോ? ഈ ജോലിക്ക് വേണ്ടി മാത്രം അവളെ ഉപയോഗിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് ശരിയാണോ? ഞാൻ പരുഷമായി ശാസിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും എല്ലാം വാടിയ മുഖത്തോടെ അവൾ കേട്ട് നിൽക്കുന്നു. ഒരു തർക്കത്തിൽ അവളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഭർത്താവിനെ തോൽപ്പിക്കാനല്ല, ഭർത്താവിന്റെ മുന്നിൽ തോറ്റു തരാൻ അവൾക്കിഷ്ടം. ആ അനുസരണ ശക്തി ഞാൻ കെട്ടിയ താലിയോടുള്ള ഇഷ്ടവും ആദരവും അല്ലാതെ മറ്റെന്താണ്? ജീവിതാന്ത്യം വരെ അവളുടെ നിഷ്കളങ്കമായ സ്നേഹം ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ അത് നിലനിർത്തുകയല്ലേ വേണ്ടത്. എനിക്ക് വേണം അവളുടെ സ്നേഹം. ദാ, മോളുടെ ക്ലാസ് റൂം. മോളെ, ഇതാണ് മോളുടെ ക്ലാസ് റൂം. ഈ ഇരിക്കുന്നവരൊക്കെ മോളുടെ കൂട്ടുകാരാ. ചിരിക്കാത്തെ? മോളെ നോക്കി ചിരിക്കുമ്പോ മോളും തിരിച്ചു ചിരിക്കണ്ടേ? എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. നല്ല കുട്ടിയല്ലേ എന്റെ തീമോള്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.